ഈ സംഭവം നിങ്ങൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. 1 2 3 4. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വളരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും റഡാർ പോലെ ഇങ്ങനെ. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാധനം കണ്ട, ഈ സാധനം പ്രസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ബേസ് വളരെ കുറവാണ്. 1963 വാഹന വിപണിയിലേക്ക് കടന്നു വരികയും ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന 2024 കാലഘട്ടങ്ങളിൽ ഏറെക്കുറെ 60 വർഷത്തിന് മുകളിൽ വാഹന വിപണിയിൽ സജീവമായി നിലനിൽക്കുകയും ചെയ്ത ഒരു മോഡലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പോഷ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ പോഷ് 911 Carrera. വളരെ രസകരമായിട്ടുള്ള, വളരെ ഐക്കോണിക് ആയിട്ടുള്ള പോർഷ്യയുടെ വാഹനം എന്ന് വിശേഷിപ്പിക്കാം. പോർഷ്യ സ്ഥാപകനായിട്ടുള്ള ഫെർഡിനാൻഡ് പോർഷ്യയുടെ മകൻ FA പോർഷ്യ എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ടീം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അങ്ങനത്തെ ഒരു വാഹനമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 63ലധികം വർഷക്കാലയളവോളം വാഹന വിപണിയിൽ സജീവമായിട്ടുള്ള മോഡലാണ്. സ്റ്റിൽ ഇറ്റ്സ് ആൻ ഐക്കോണിക്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ വാഹനത്തെക്കുറിച്ച്, ഇതിനകത്തുള്ള രസകരമായിട്ടുള്ള ഫീച്ചറുകളെക്കുറിച്ച്, വ്യത്യസ്തമാർന്നിട്ടുള്ള കാഴ്ചകളെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിശദമായിട്ട് പോഷ് 911 കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഇൻവോൾവ് 1 കുറിച്ച് സംസാരിക്കാം. ഇൻവോൾവ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, എനിക്കൊന്ന് ഒരു വർഷത്തിൽ കൂടുതലായി പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു എയർ ഫ്രാഗ്രൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ജെൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. സിട്രോൺ ജെൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. സിട്രോൺ ഫ്രാഗ്രൻ്റ് ആണ് വരുന്നത്. ശരിക്കും ഈ പെർഫ്യൂമിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ ഒരു ഫ്രാഗ്രൻറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു കമ്പനിയാണ് എന്ന് പറയാം. ഞാനിപ്പോൾ അങ്ങനെ പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവോൾവിൻ്റെ പ്രൊഡക്റ്റ് എന്നുള്ളത് ഇപ്പം ഏറെക്കുറെ കേരളത്തിൽ ബ്രാൻഡായി തുടങ്ങി. ഒരുപാട് ആളുകൾ വാങ്ങി വളരെ നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവരുടെ 2 ടൈപ്പ് ഉണ്ട്. ഇൻവോൾവ് 1 ഉണ്ട്, ഇൻവോൾവ് ജെല്ലുണ്ട്. ഇപ്പോൾ ഇത് ജെല്ലാണ്. ഇൻവോൾവ് 1 കുറച്ചും കൂടി കട്ടി കുറഞ്ഞിട്ട് 3 വുഡൻ ബ്രിക്കുകളൊക്കെ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിന് ഏറെക്കുറെ 399 രൂപയാണ് വില വരുന്നത്. നമ്മളുടെ ഒരു 10% കൂപ്പൺ കോഡ് ഉണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ താഴെ കൊടുത്തൊരു ഡിസ്ക്രിപ്ഷനകത്ത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മൾ ഒരിക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കപ്പ് ഹോൾഡറിനകത്ത് വെക്കാം. 3 മാസ കാലയളവ് ഇത് ഉപയോഗിക്കാം എന്നതാണ്. മറ്റൊന്ന്, ഭയങ്കരമായിട്ടുള്ള സ്മെല്ല് വന്ന് നമ്മൾ അസ്വസ്ഥപ്പെടുത്തില്ല. ഇതിൻ്റെ സ്മെല്ല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട് എന്നതാണ്. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. സിട്രോൺ ഫ്രാഗ്രൻ്റ് അടിപൊളിയാട്ടോ. ഇത് ഉപയോഗിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഉണ്ട് എന്നതാണ്. ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കൂ. നേരത്തെ മോസ്കോ മറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിയ ആൾക്കാർ ഒന്ന് സിട്രോൺ ഉപയോഗിച്ച് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും 911 വീഡിയോയിലേക്ക് വരാം എന്നതാണ്. ഈ വാഹനവുമായിട്ട് ഇപ്പോൾ ഞാനുള്ളത് MMH ഗ്രൂപ്പിൻ്റെ കോമ്പൗണ്ടിലാണ് എന്ന് പറയാം. നമ്മളിവിടെ വെച്ച് 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു റോൾസ് റോയ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, മെർസിഡീസിൻ്റെ S ക്ലാസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 911 Carrera. ഇത് ഇവരുടെ ഫാമിലിയിലേക്ക് തന്നെ വന്നതാണ്. ശരിക്കും ഈ ഒരു കോമ്പൗണ്ടിനകത്ത് കാണുന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടല്ലോ, ഒരു റെഡ് കളർ അല്ലേ. മാത്രമല്ല ഈ പോഷ് വാഹനങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള, ഇവിടെ കളർ ഭയങ്കര വ്യത്യസ്തമാണ്. റെഡ് എന്ന് പറയുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്ന കളറുകളാണ്. ഇവരൊരു യെല്ലോ ഒക്കെ കൊണ്ടും, പൊതുവേ യെല്ലോ ഒക്കെ കാറിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും പോഷിലേക്ക് വരുന്ന സമയത്ത്, ഫെറാറിയിലേക്ക് വരുന്ന സമയത്ത് അതിനൊരു ഭയങ്കര ക്യൂട്ട്നെസ് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഫെറാറിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ ഞാനൊരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഫെറാറി റെഡ് കളറിൽ എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ച്. എന്നാലും പോഷ് ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ക്ലാസിക് ഡിസൈനാണ്. ഒരുപാട് കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡിസൈൻ വേവാണ്. 1963 ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് 1960 കാലഘട്ടങ്ങളിൽ ഇത് ആരംഭിക്കുന്ന സമയത്ത് ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. പക്ഷേ സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് എൻ്റെലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈൽ തന്നെയാണ് പോർഷ്യന് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആ ഒരു ഫ്രണ്ട് ഭാഗം ശരിക്കും നമ്മൾ പറയാറില്ല, വിമാനത്തിൻ്റെ മുഖം പോലെ കൂർത്ത എയറോഡൈനാമിസം പ്രോപ്പറായിട്ടുള്ള ഒരു ഫ്രണ്ട് എലമെൻറ്റ് നമുക്കവിടെ കാണാം. അതിനകത്ത് പോഷ് എന്ന് പറയുന്ന ലോഗോ യൂണിറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബമ്പർ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു ബമ്പർ യൂണിറ്റാണ്. അതുപോലെ ഇൻഡിക്കേറ്ററും യൂണിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. അത് ആ ഒരു ഡിസൈനിനോട് കറക്റ്റ് മാച്ചായിട്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ്. 4 ഡോട്ടഡ് ആയിട്ടുള്ള LED ഹെഡ് ലാമ്പ് യൂണിറ്റുകൾ ഇവിടെ കാണാം. ഇതിനെ പോഷ് വിശേഷിപ്പിക്കുന്ന പോഷ് ഹൈ ബീം ട്രിക്സ് എന്നൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നല്ല രസമുണ്ടല്ലോ ശരിക്കും. ആ ഒരു അല്ലേ, കറക്റ്റ് അതിനോട് മാച്ചായിട്ട് നീതി പുലർത്തി നിൽക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഹുഡിലേക്ക് വരുന്ന സമയത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊരു ഫ്രങ്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതിനകത്തുനിന്നൊരു ബട്ടൺ ഉണ്ട്, അത് ഞാൻ അൺലോക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാനത് അൺലോക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ സാധാരണഗതിയിൽ നമ്മൾ ഓപ്പൺ ആക്കുന്ന പോലെ തന്നെ ഇവിടെ വരുന്നുണ്ട്. അത് പിടിച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ആണോ നമുക്കൊരു ഫ്രങ്ക് സ്പേസ് ഈ വാഹനത്തിനകത്തുണ്ട് എന്നാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആട്ടോ. ശരിക്കും ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് മൊത്തം ഇവിടെയാണെന്ന് പറയാം. കാരണം ബാക്കിൽ ഇതിന് വേറെ ബൂട്ട് സ്പേസ് കാര്യങ്ങൾ
കാര്യങ്ങളൊന്നുമില്ല. ഫ്രങ്കിനകത്ത് സാധനങ്ങൾ കൊണ്ടുവരാം. എനിക്കിതിനകത്ത് കയറിയിരിക്കാം, ഒരു പ്രശ്നമില്ല, നിഷ്പ്രയാസം കയറിയിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഷൂ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ കയറിയിരുന്ന് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ കയറിയിരുന്ന് കാണിക്കായിരുന്നു. ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്തൊരു ബട്ടൺ കൂടി ഉണ്ടാവും, ഒരു എക്സിറ്റ് ബട്ടൺ. അതായത് ഇതിനകത്ത് ആരെയും കയറ്റി കൊണ്ടുപോകരുത് എന്ന് വിചാരിച്ചിട്ട് കൊടുത്തേക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. അതായത് ഇതിനകത്തും തന്നെ നമുക്ക് അൺലോക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് നൈസ്. കാരണം ഇതൊരു വലിയ സ്പേസ് ആണല്ലോ, തട്ടിക്കൊണ്ടുപോകാൻ സാധ്യത ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഹൈഡ്രോളിക് സ്ട്രട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റലേഷൻ കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊരു റിയർ എഞ്ചിൻ വാഹനമാണ് എന്നതാണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഒരു സ്പോർട്സ് കാർ എന്താണ് എന്നുള്ളത് നമുക്ക് ഇവിടെ വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ശരിക്കും ഈ ഒരു ബാക്കിലേക്ക് വരുന്ന ഈ ഒരു സ്ലോപ്പൊക്കെ അല്ലേ, ഇത് 1963 ഇവരിത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു ഭാഗത, അതായത് ഈ ഒരു ഫെൻഡറിൻ്റെ ഭാഗം ഇത് ശരിക്കും ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. അതേപോലെ ഇവിടുത്തെ ഫെൻഡറിൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുകയാണ് കേട്ടോ, ഇങ്ങോട്ട് ഇവിടെ കയറി നിൽക്കുന്നു. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അത് ഒരു ഉള്ളിലേക്ക് വരുന്ന ഒരു ഷേപ്പിലാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത് ഈ ഒരു പോഷ് വാഹനങ്ങളിൽ നമ്മൾ കോമൺലി കണ്ടിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ അതുപോലെ തന്നെ വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു പാറ്റേണൊക്കെ ഒരു പോഷ് ഹൈലൈറ്റ് ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു 20 ഇഞ്ച് വീലാണ് നമുക്ക് വരുന്നത്. 4 ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാം. അതുപോലെ തന്നെ പോഷിന് ബ്രേക്ക് കാലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. എന്നാൽ ബാക്കിലേക്ക് വരുന്ന സമയത്ത് അത് 21 ഇഞ്ച് വീലാണ് വരുന്നത് എന്നുള്ളതാണ്. അതായത് പ്രൊഫൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്, കൂടുതൽ ഡ്രൈവബിലിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ സിംഗിൾ ഡോറുകളാണ്. ഡോറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാം, ഡോർ ഹാൻഡിൽസ് ഇങ്ങനെയാണ്, അതായത് ഉള്ളിലേക്ക് ഇങ്ങനെ ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലാണ്. നമുക്കത് തുറക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഇങ്ങനെ തുറന്നാൽ മതി, അപ്പം നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് കീ ഉപയോഗിച്ചിടുക കേട്ടോ, കീ ഉപയോഗിച്ച് അൺലോക്ക് ചെയ്തെടുക്കാനും പറ്റും എന്നുള്ളതാണ്. സൈഡ് വ്യൂ മിറർ, ഇതെല്ലാം ഒരു പോഷ് യുണീക്നെസ് ആണ് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിനകത്ത് ഒരു ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നു ശരിക്കും ഒരു അമേരിക്കൻ സ്റ്റാൻഡേർഡ് പ്രകാരമാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇവിടെയാണ് ഇൻഡിക്കേറ്ററിനെ കൊടുത്തിട്ടുണ്ടാവുക കേട്ടോ. അൺലോക്ക് ചെയ്യുമ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് വരുന്നുണ്ടല്ലേ. ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പ്രകാരം അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ വലിയ വീതിയുള്ള വാഹനങ്ങൾക്ക് ഫ്രണ്ടിൽ ആ ഒരു ഭാഗത്ത് ഇൻഡിക്കേറ്റർ കൊടുക്കണം എന്നുള്ളൊരു നിയമം ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ കൊടുത്തു, ഇവിടെ ഒഴിവാക്കി, ഇവിടെ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, റഡാർ പോലെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ശരിക്കും വാഹനം ലോക്കാണോ അൺലോക്കാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡ്രൈവറെയും കൂടി മനസ്സിലാക്കാൻ, അതായത് ലോക്ക് ചെയ്ത് പോകുന്ന ആളെയും കൂടി മനസ്സിലാക്കാൻ അത് സഹായിക്കുമെന്നുള്ളതാണ്. കാരണം ലോക്ക് ചെയ്യുന്ന സമയത്തും അൺലോക്ക് ചെയ്യുന്ന സമയത്തും അത് ബ്ലിങ്ക് ആവും എന്നുള്ളതാണ്. ശരിക്കും വേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചറിയില്ല, അൺലോക്കായി സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ ആ ഒരു ലൈറ്റ് നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാമെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓക്കെ, സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ലോപ്പും കാര്യങ്ങളും ഒക്കെ ശരിക്കും ആ ഒരു പെർഫോമൻസിനെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി റിയർ പ്രൊഫൈൽ, ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്തും ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു യുണീക്ക്നെസ്, ആ ഒരു ക്ലാസിക് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. ഈ ടെയിൽ ലാമ്പ് യൂണിറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിലവിൽ SUV-കൾക്കും എല്ലാ വാഹനങ്ങൾക്കും കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. പക്ഷേ ഒരുപാട് കാലം മുമ്പ് പോഷെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ട്രെൻഡാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പോഷ് ഒരു ട്രെൻഡ് സെറ്ററാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതുപോലെ തന്നെ പോഷെ എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു അല്ലേ, പോഷ് അല്ലെങ്കിൽ പോഷെ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ലെറ്ററിങ്, അതിവിടെ ഒരു 3D സ്റ്റൈലിൽ നമുക്ക് കാണാം. ചില വാഹനത്തിനകത്ത് അത് ക്ലോസ് ആയിട്ട് വരുന്നു. തൊട്ട് താഴെ 911 Carrera എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് തന്നെ ശരിക്കും ഒരു എന്തൂസിയാസമാണ്. അത് കാണുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഭയങ്കര ഒരു ഫീൽ ഉണ്ടായിരിക്കും എന്നുള്ളത്. അത് പോഷ് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു പ്രത്യേകത. ഇത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എക്സോസ്റ്റ് പൈപ്പുകൾ കാണാം. ശരിക്കും അത് ഒരു ഫ്രണ്ട് ഭാഗമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 2 എണ്ണം വേറെ കാണാം. അപ്പോൾ മൊത്തം 4 എക്സോസ്റ്റുകളുണ്ട്. പക്ഷേ 2 എണ്ണം ഇങ്ങനെ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഫേക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു എക്സോസ്റ്റ് ടിപ്പാണ്. പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇത് ഒരു ക്ലോസ്ഡ് ഡിസൈനാണ്. ശരിക്കും നമുക്കൊരു വെൻ്റാണെന്നൊക്കെ തോന്നും, പക്ഷെ അത് വെൻ്റല്ല, അതൊരു ഡിസൈൻ എലമെൻറ്റ് മാത്രമാണെന്നുള്ളത്. ഇനി ഇത് നമ്മുടെ ടെയിൽ ലാമ്പ് യൂണിറ്റ്, ഇതും ആ ഒരു LED സ്ട്രിപ്പ് പോലെ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന 911 തന്നെ ഒരു 7th ജനറേഷൻ 911 അതിനെ കമ്പനി വിശേഷിപ്പിക്കുന്നത് 992 എന്നാണ്. എനിക്ക് തോന്നുന്നു ഇത് ആരംഭിക്കുന്ന സമയത്ത്, അതായത് 1963 കാലഘട്ടങ്ങളിൽ 901 എന്നായിരുന്നു ഇതിൻ്റെ കോഡ് ഭാഷ എന്നുള്ളതാണ്. ഈ 992 ഈ വാഹനത്തിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത്. അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ്. ഇത് ആക്ച്വലി എൻജിൻ കവറാണ്. ഇത് ഓപ്പൺ ആക്കാം. അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്ത് ഇവിടെ നമുക്കൊരു സ്പോയിലർ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് പറയാം. ഈ സംഭവം നിങ്ങൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. 1 2 3 4 5 6 7 8 9 9 അത് അതേപോലെ ഇങ്ങോട്ട് 1 2 3 4 5 6 7 8 9 9 9 ഇവിടെ 2 992 എന്ന് പറയുന്ന ഒരു സാധനം അതിനകത്ത് വായിച്ചെടുക്കാം എന്നുള്ളതാണ്. ശരിക്കും എനിക്ക് പോഷെ ഒഫീഷ്യലി അത് അനൗൺസ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല.
പക്ഷേ ഈവൻ നമുക്കതവിടെ വായിക്കാൻ പറ്റും എന്നതാണ്. മറ്റൊന്നും കൂടി ഇതിനകത്തുണ്ട്. 1 2 3 4 5 6 7 8 11 9 11 എന്നും വേണമെങ്കിൽ അതിനെ വായിച്ചെടുക്കാം എന്നുള്ളതാണ്. ഭയങ്കര രസമായിട്ട് തോന്നിയില്ല. മറ്റൊരു കാര്യം, ഇതിൻ്റെ ടെയിൽ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും അതേപോലെ തന്നെ ഇതും കൂടി ഉൾപ്പെടുന്നതാണ് ഇതിൻ്റെ ടെയിൽ ലൈറ്റ് സിസ്റ്റം വരുന്നത്. അപ്പോൾ രാത്രിയിൽ കാണുന്ന സമയത്ത് അടിയിലൂടെ ഒരു വരയും മുകളിൽ 2 ചന്ദ്രക്കലയും ഇട്ട പോലത്തെ ഒരു ഫീൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഒരു പോഷ് യുണീക്ക്നെസ് എന്ന് പറയാം. ഇനി ഈ സ്പോയിലറിനെ കുറിച്ച് പറയാം. ഇത് ശരിക്കും അകത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതിനകത്തേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതും കാണിക്കാം. നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇത് ഇലക്ട്രോണിക്കലി ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് ഇലക്ട്രോണിക്കലി ക്ലോസ് ചെയ്യാം. അതേപോലെ തന്നെ സ്പീഡ് അനുസരിച്ചും സംഭവിക്കും എന്നതാണ്. മറ്റൊന്ന്, ഈ ഒരു 911 അതുപോലെ തന്നെ 992 എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചില്ലേ, ഇതിനൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഓപ്പൺ ആക്കി കാണിക്കാം. ജസ്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ താഴ്ഭാഗത്താണ് ഈ വാഹനത്തിൻ്റെ എൻജിൻ വരുന്നത് എന്നുള്ളതാണ്. ശരിക്കും എൻജിനെ നമുക്ക് കാണാൻ കഴിയില്ല, ഇങ്ങനെ നമുക്ക് വീക്ഷിക്കാനേ പറ്റുള്ളൂ. ഒരു 3.0 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്, അതുപോലെ തന്നെ ആ ഒരു ഹീറ്റിനെ ഒഴിവാക്കാനുള്ള ഒരു ഭാഗം, അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എൻജിൻ ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുള്ള ഒരു ഭാഗവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും എന്നതാണ്. ഇനി എഞ്ചിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു 3 ലിറ്റർ എഞ്ചിനാണ്. 2 ഓപ്ഷനുണ്ട്. അതായത് ഒരു 3 ലിറ്ററുണ്ട്, അതുപോലെ തന്നെ ഒരു 4 ലിറ്റർ എഞ്ചിനും വരുന്നുണ്ട്. ഇതിപ്പോൾ 3 ലിറ്റർ എഞ്ചിനാണ്. ഇത് 379 ഹോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കുന്നു. 10 കിലോമീറ്ററൊക്കെ മൈലേജ് കിട്ടും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നതാണ്. 379 എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ 380 ഹോഴ്സ് പവർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഗംഭീര സാധനമായിരിക്കും അല്ലേ. ഇനി നമ്മൾ അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കാണിക്കാം. ഈ ഭാഗമായിട്ട് ശരിക്കും ഫ്യുവൽ ഫില്ല് ചെയ്യുന്നത്. കാരണം ബാക്കിലത്തെ ആ ഒരു സ്പേസ് ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് കൂടിയാണ് ഇതിൻ്റെ ഫ്യുവൽ ഏരിയ വരുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ വാഹനം തുറന്ന് അകത്തേക്ക് പോകുന്ന സമയത്ത് ഡോർ ശരിക്കും ഇതൊരു ഫ്രെയിംലെസ് ഡോറാണ്. അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് നമുക്ക് സീറ്റിൽ നിന്ന് ആരംഭിക്കാം എന്നതാണ്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റാണ്. ലെതർ സീറ്റുകളാണ് വരുന്നത്. ഇലക്ട്രിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ്. പിന്നെ നമ്മളെപ്പോഴും പറയാറില്ല ഒരു പെർഫോമൻസ് സീറ്റ്. ആ ഒരു പെർഫോമൻസ് സീറ്റിൻ്റെ ആ ഒരു എല്ലാ ക്യാരക്ടേഴ്സും, അതായത് അഡ്ജസ്റ്റബിൾ അല്ലാത്ത ഹെഡ് റെസ്റ്റ്, അതാണ് ഒരു പെർഫോമൻസിൻ്റെ ആ ഒരു ഇത്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഷേപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇത് നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. വെറുതെ ഇവിടെ നമുക്ക് 911 Carrera എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു ഹോള് പോലത്തെ ഒരു കാര്യം കാണാം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറിൻ്റെ താഴ്ഭാഗത്തുണ്ടാവും ഒരു റെഡ് ഭാഗം, ആ ഒരു സാധനം വന്ന് ലോക്ക് ചെയ്യാനാണ്. അത് എനിക്ക് തോന്നുന്നു അത് അവരത് കൊടുത്തേക്കണത് ഈ ഒരു ഡോറിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതങ്ങനെ തന്നെ ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ തൊട്ടിപ്പുറത്ത് നമുക്ക് ബാക്കിലത്തെ എഞ്ചിൻ കവർ ഓപ്പൺ ചെയ്യാനും അതുപോലെ തന്നെ ഫ്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. ഇനി ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രെയിംലെസ് ഡോറാണ് എന്ന് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയട്ടെ. നേരത്തെ നമ്മൾ ചില വീഡിയോകളിനകത്ത് നമ്മൾ ഈ ഒരു വിൻഡോയിൽ തൊട്ട്, അതായത് ഒരു ഗ്ലാസ്സിൽ തൊട്ട സമയത്ത് ആളുകൾ പറഞ്ഞിരുന്നു ഫ്രെയിംലെസ് ഡോറിൻ്റെ ഗ്ലാസ്സിൽ തൊടാൻ പാടില്ല എന്നുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മളത് മനഃപൂർവ്വം തൊടുന്നില്ല. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിലും, അങ്ങനെ തൊടാൻ പാടില്ല എന്നുള്ള ഓർമ്മയൊക്കെ ഉണ്ടെങ്കിലും, ചിലപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുന്ന ആവേശത്തിൽ ചില വണ്ടികളൊക്കെ കാണുന്ന സമയത്ത് നമ്മളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ തൊട്ടു പോകും. ചിലപ്പോൾ ഇപ്പോഴും അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ തൊട്ട് പോകുന്നുണ്ടായിരിക്കും. നിങ്ങളത് ക്ഷമിക്കണം എന്നുള്ളൊരു കാര്യം കൂടി പറയട്ടെ. ശരിക്കും ഒരു പാഷനായിട്ട് എന്നുള്ള മൈൻഡിൽ ആലോചിക്കുന്ന സമയത്ത് അങ്ങനെ തൊടാൻ പാടില്ല എന്നതാണ് ഫ്രെയിംലെസ് ഡോറുകളുടെ പ്രത്യേകത. എന്തായാലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ളി ലെതർ എലമെൻറ്റുകളാണ് കൊടുത്തുള്ളത്. കംപ്ലീറ്റ് ഒരു റിച്ച് ഫീലാണ് ക്രമീകരിച്ചുള്ളത്. അതുപോലെ ഇവിടെ നമുക്കൊരു ഗൺ മെറ്റാലിക് എലമെൻറ്റ് കാണാം. അതിനകത്തൊരു സ്ക്രാച്ച് പ്രൂഫ് ഏരിയ പോലത്തെ ഒരു ഡിസൈൻ എലമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിൻഡോൻ്റെ കൺട്രോള്, മിററിൻ്റെ കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഇതാണ് ഡോർ ലോക്ക് അൺലോക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതാണ് ഡോർ ഹാൻഡിൽ വരുന്നത്. യെസ്, അതുപോലെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് വിസിബിൾ അല്ലാത്ത തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നതാണ്. ഇനി വാഹനത്തിനകത്തേക്ക് കയറിയിരുന്നു കഴിഞ്ഞാൽ സീറ്റിൻ്റെ കംഫർട്ടിനെ കുറിച്ച് പറയാം. കാലൊക്കെ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് നല്ല തൈ സപ്പോർട്ടോട് കൂടി നല്ല കംഫർട്ടോട് കൂടിയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടാണ് ഈ ഒരു ഭാഗം ക്രമീകരിക്കപ്പെട്ടുള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി. ലെതർ ആ ഒരു കംഫർട്ട്നെസ് അതേപോലെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ആക്സലറേഷനിലേക്ക് കാല് വരുന്ന സമയത്ത് കുറച്ച് ഇത് ഇങ്ങനെതാവും. നമുക്ക് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള മറ്റൊരു കാര്യം. മറ്റൊന്ന് നമ്മുടെ ഹെഡ് റൂം. 5 വിരലിൽ കൂടുതൽ ഹെഡ് റൂം എനിക്കുണ്ട് ഈ ഒരു സൺറൂഫിൻ്റെ ഭാഗം. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പുറം ഞാനത് ക്ലോസ് ചെയ്ത് കാണിക്കാം കേട്ടോ. എന്നിട്ടും എനിക്ക് 5 വിരലിൻ്റെ ഒരു ഗ്യാപ്പ് ശരിക്കും ഹെഡ് റൂമിൻ്റെ ഭാഗത്തുണ്ട് എന്നാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ വാഹനം പുറത്തുനിന്ന് കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ പകുതിയാണ് ഈ വാഹനം ഉള്ളത്. അത്തരത്തിലുള്ള ഒരു വാഹനത്തിനകത്ത് ഞാൻ കയറിയിരിക്കുന്ന സമയത്ത് എനിക്ക് പ്ലെൻറ്റി ഓഫ് സ്പേസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് എനിക്ക് എൻ്റേതായ ഒരു കംഫർട്ട് സോൺ കണ്ടെത്തി എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, പോഷ് വാഹനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഡ്രൈവിംഗ് പൊസിഷനാണ്. കറക്റ്റ് എൻ്റെ ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തായിരിക്കും ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ ഓടിച്ച് കൊണ്ട് നടക്കാൻ ആ ഒരു പൊസിഷൻ, അത് ഭയങ്കര പോഷ് വാഹനങ്ങൾ ഇതാണ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളുടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, അതായത് ഇഗ്നിഷൻ ബട്ടൺസ് കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾ കാണാം. അതുപോലെ ഇവിടെ നമ്മൾ AC
വെൻറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. തൊട്ട് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്ക് കാണാം എന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ഓഫ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സെൻറ്ററിലുള്ളത് മാത്രമാണ് അനലോഗായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. അതിനകത്ത് RPM മീറ്റർ, അതുപോലെ തന്നെ km/h വേഗത കാണിക്കുന്നു. അത് ഡിജിറ്റലി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രൈവ് മോഡുകളും ഡിജിറ്റലി നമുക്ക് കിട്ടുന്ന ഇൻഡിക്കേഷനായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒരു ഡിജിറ്റൽ സെറ്റപ്പാണ്. ഓണാക്കുമ്പോണ്ടോ യെസ്, അങ്ങനെയാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കണ്ടോ, ഇവിടേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നത് ശരിക്കും അശ്രദ്ധമായി കയറി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലേ നമുക്ക് കിട്ടുന്നില്ല. ഭയങ്കര പെർഫെക്റ്റായിട്ട് മോൾഡ് ചെയ്തെടുത്ത ആ ഒരു ക്രിയേറ്റീവ് റിച്ച്നെസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു സാധനം ഫീൽ ചെയ്യുന്ന തരത്തിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനകത്തുള്ള ആവശ്യമുള്ള ഇൻഫോ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഒരു കാര്യം എനിക്ക് ഇതിനകത്ത് ഇരിക്കുന്ന സമയത്ത് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഏറ്റവും എൻഡിലെ ക്ലസ്റ്ററും അതേപോലെ തൊട്ടിപ്പുറത്തെ ഏറ്റവും എൻഡിലെ ക്ലസ്റ്ററും എനിക്ക് വിസിബിൾ അല്ല എന്നുള്ളതാണ്. അത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കണം. യെസ്. പക്ഷേ വേറൊരു കാര്യങ്ങളുണ്ട്, അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റ ഒന്നുമല്ല. അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്യൂവൽ ഇൻഡിക്കേഷനാണ്, മറ്റൊന്ന് ടെമ്പറേച്ചറാണ്. അത് നമുക്ക് വല്ലപ്പോഴും നോക്കേണ്ടേ ഉള്ളൂ, അതായത് ഡ്രൈവിനിടയിൽ നോക്കേണ്ട ആവശ്യമുള്ളൊരു സാധനമല്ല. ഇനിയിപ്പം ഫ്യൂവൽ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യെല്ലോയിഷ് വരും ചെയ്യും, അങ്ങനെയും അത് പറയാം. തൊട്ടിപ്പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സമയമാണ്. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന 5:21, അതും അതേപോലെ തന്നെ ടെമ്പറേച്ചർ, ഔട്ട് സൈഡ് ടെമ്പറേച്ചറുമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നമുക്ക് എപ്പോഴും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് തന്നെ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണാത്തത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു ക്ലസ്റ്റർ കൊടുത്ത സ്ഥിതിക്ക് അത് കാണണമല്ലോ എന്നുള്ള ന്യായമായ ഒരു ആവശ്യം ഞാൻ ഉന്നയിച്ചു എന്ന് മാത്രമേ അത്രയേ ഉള്ളൂ. ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഷേപ്പ് പോഷ് DNA സ്റ്റിയറിംഗ് വീലാണെന്ന് പറയാം. റൗണ്ട് ഷേപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാ സ്റ്റിയറിംഗും റൗണ്ട് അല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് D ഷേപ്പ്ഡ് അല്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു 911 ബാഡ്ജിങ് കൊടുത്ത് കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു എന്ന അഭിപ്രായം എനിക്കുണ്ട്. വെറുതെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. അതുപോലെ ഇവിടെ കൊടുത്തേക്കുന്ന ഇതൊക്കെ ഈ ഒരു ക്രാഫ്റ്റിംഗ്, ഇതൊക്കെ ഭയങ്കര ആ ഒരു ക്രാഫ്റ്റ് മാൻ റിച്ച്നെസ് എന്ന് നമ്മൾ പറയാം, ആ തരത്തിലാണ് കൊടുത്തുള്ളത്. ഇതാണ് ഹോൺ വരുന്നത്. അതേപോലെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒരു ഗൺ മെറ്റാലിക് ഇതിനകത്താണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വൈപ്പറിൻ്റെ കൺട്രോൾ, ക്രൂസ് കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും എന്നതാണ്. നെക്സ്റ്റ് അടിക്കാനുള്ള ബട്ടൺ, അതുപോലെ തന്നെ കോൾ എടുക്കാനുള്ള ബട്ടൺ, കട്ട് ചെയ്യാനുള്ള ബട്ടൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും സ്റ്റിയറിംഗ് വീലിനകത്ത് കൊടുത്തിട്ടില്ല. കൊടുക്കായിരുന്നു വേണമെങ്കിലേ. പിന്നെ എപ്പോഴും പെർഫോമൻസ് ഡ്രൈവിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനൊന്നും ആവശ്യമില്ല എന്നും വേണമെങ്കിൽ പറയാം. ഇനി നമ്മൾ ഡാഷ് ബോർഡിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരികയാണെങ്കിൽ ഈ മെറ്റീരിയലൊക്കെ ഒരു ലെതർ മെറ്റീരിയലാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഗൺ മെറ്റാലിക് ഭാഗം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇവിടെ ഉണ്ടോ സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയലായിട്ടാണ് അതും ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ AC വെൻറ്റ് സെൻറ്ററിലേക്ക് വരുന്നത് ഇവിടെയാണ്, സൈഡിലത്തെ നമ്മൾ നേരത്തെ കണ്ടു അവിടെയാണെന്നുള്ളത്. ഇനി ഇതാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഉള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. നാവിഗേഷൻ അതൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസും ഓക്കെ ആട്ടോ, നല്ല സ്പീഡാണ്. ഇനി കാർ എന്ന് പറയുന്ന സെറ്റിങ്സിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവിനകത്ത് നമുക്ക് സ്പോയിലർ എക്സ്റ്റെൻഡഡ് എന്ന് കാണിക്കാം. ഈ സംഭവം ചേട്ടോ എന്താ സംഭവിക്കുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. സ്പോയിലർ ഇപ്പം ഓപ്പണായി. ഇത് നമുക്ക് വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ ഇതിങ്ങനെ റിട്രാക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവുകയും ചെയ്യും. യെസ്, ഓക്കെ, ഇത് ക്ലോസായി. യെസ്, ക്ലോസ് ആയിട്ട് തിരിച്ചു പോയി. ഓക്കെ, അത് കാണിക്കുന്നു. അതേപോലെ തന്നെ ചേസിസ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നോർമൽ, സ്പോർട്ട് ഏത് ടൈപ്പാണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. സ്പോർട്ട് മോഡിൽ ചേസസ് വേണോ, അതുപോലെ തന്നെ നോർമൽ മതിയോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു കൺട്രോളിലൂടെ കാണാം. അതുപോലെ തന്നെ ഡ്രൈവ് മോഡ് സെലക്ഷൻ, ബെറ്റ്, നോർമൽ, സ്പോർട്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഏതാണ് വേണ്ടത് എന്നുള്ളത്. നോർമൽ എപ്പോഴും നോർമൽ പൊസിഷനിൽ തന്നെയാണ് ഉണ്ടാവുക, അതിനനുസരിച്ചായിരിക്കും എപ്പോഴും അതിൻ്റെ ഡ്രൈവ് മോഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇനി നമുക്കിത് ചേഞ്ച് ചെയ്യണമെങ്കിൽ എപ്പോഴും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വന്ന് ചേഞ്ച് ചെയ്യണമെന്നില്ല. നേരെ കുറച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബെറ്റ്, സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, അത് ഇവിടെ കാണാം. അതുപോലെ തൊട്ടിപ്പുറത്ത് ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ, ട്രാക്ഷൻ്റെ ബട്ടൺ, അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ കൺട്രോളും നമുക്കിവിടെ കാണാം എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതിലേക്ക് വേണ്ട കൺട്രോൾസിനെ ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതേപോലെ ഈ ബട്ടണുകളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തുമ്പ് ഭാഗം നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയലിനെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പമാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടി അവിടെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇനി വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ ടണലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിൻ്റെ അകത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു സെൻട്രൽ ടണലാണ്. അതിൻ്റെ ഈ ഭാഗം ഒരു ഡിസ്പ്ലേ യൂണിറ്റാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളാണ്, അതിൻ്റെ ഒരു ബട്ടൺസ് കാണാം. അതുപോലെ തന്നെ ഫാൻ സ്പീഡ് അത് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ടച്ച് ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, അതുപോലെ എയർ സർക്കുലേഷൻ്റെ ബട്ടൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഫ്രണ്ട് ആൻഡ് റിയർ സെലക്ഷൻ ഓപ്ഷൻസും ഇവിടെ നമുക്ക് കാണാം. ഇതും ടച്ചാണ്. കണ്ടോ, യെസ്. ഇനി ഇത് നമ്മുടെ മ്യൂസിക്കിൻ്റെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ, നെക്സ്റ്റ് അത് സൈഡിലേക്ക് ആക്കിയാൽ നെക്സ്റ്റ് ആവും. കണ്ടോ, അങ്ങനെ ഒരു ചെറിയ മൂവ്മെൻറ്റ് കൂടിയുണ്ട്. അതുപോലെ തന്നെ ഇതാക്കി കഴിഞ്ഞാൽ വോളിയം അപ്പ് ആവുകയും ചെയ്യും. അപ്പം അതാണ് മ്യൂസിക് സിസ്റ്റം വരുന്നത്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ട്രാൻസ്മിഷൻ്റെ ബട്ടൺ. ഇത് വളരെ ചെറിയ ഒരു ടൈനി
ട്രാൻസ്മിഷൻ എന്ന് പറയാം അല്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. വളരെ കുഞ്ഞ ഒരു ട്രാൻസ്മിഷൻ സിസ്റ്റമാണ് ഇതിനകത്ത് കൊടുത്തുള്ളത്. വൺ ടൈം യൂസ് ആണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ പാർക്ക്, ബ്രേക്ക്, മാനുവലിൻ്റെ ബട്ടൺ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ട്രാൻസ്മിഷൻ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അനിയന്മാരാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയാം. അതായത് ആ ഒരു നൃത്തവും അതുപോലെ തന്നെ തലയിൽ ആ ഒരു അല്ലേ, ഇതെല്ലാം തന്നെയും സെയിം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്നതാണ്. ഇത് കൊടുത്തേക്കുന്നുണ്ടല്ലോ ഒരു പ്രത്യേക സെറ്റപ്പിനകത്ത്. അതിനകത്തൊരു 911 എന്ന് പറയുന്ന അവരുടെ ആ ഒരു ട്രഡീഷണൽ ബാഡ്ജിങ്ങും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ബട്ടണുകളാണ് സൺ റൂഫിൻ്റെ കൺട്രോൾസ്. ആക്ച്വലി സൺ റൂഫിൻ്റെ കൺട്രോൾസ് ഈ ഭാഗത്താണ് ഉണ്ടാവാറില്ലല്ലേ, ഈ ഒരു ഭാഗത്ത്. പക്ഷേ ഇതിനകത്ത് വ്യത്യസ്തമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സത്യത്തിൽ കൊടുക്കാറുള്ളത് കൺവേർട്ടബിളിൻ്റെ ബട്ടൺസാണ്. കൺവേർട്ടബിൾ വാഹനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബട്ടൺസാണ് കൊടുക്കാറുള്ളത്. അതായത് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഷെയ്ഡ് ഓപ്പണായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൺറൂഫ് മൊത്തവും ഉണ്ടോ ഓപ്പൺ ആക്കി എടുക്കാം എന്നുള്ളതാണ്. നൈസ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ ഫുൾ ഏറെക്കുറെ സൺറൂഫ് കവർ ചെയ്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് ആവശ്യമില്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്തും എടുക്കാം എന്നുള്ളതാണ് സാധാരണ സൺറൂഫിൻ്റെ ഫംഗ്ഷൻ. അതിപ്പോൾ പ്രത്യേകം പറയാനൊന്നുമില്ല. പക്ഷേ 911 ആയതുകൊണ്ട് ഒരു വ്യത്യസ്ത ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കാണിച്ചു എന്നുള്ളത് മാത്രമാണ്. ഇനി വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു മെറ്റീരിയൽ, ആ ഒരു ഗൺ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മുടെ പാർക്ക് ബ്രേക്കും അത് ഇലക്ട്രോണിക്കലി നമുക്ക് കാണാൻ പറ്റുമെന്നാണ്. ഇനി ഈ ഒരു ഭാഗം, ഇത് ശരിക്കും ഒരു ആഷ്ട്രയാണ്. നമുക്കറിയാം, നമുക്ക് എടുത്തിട്ട് കൊണ്ടുപോയി കളയാനൊക്കെ പറ്റുന്ന തരത്തിൽ റിമൂവബിൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു സെറ്റപ്പാണ്. മറ്റൊന്ന് ഇത് ഒരു കപ്പ് ഹോൾഡറും കൂടിയാണ് എന്നുള്ളത്. അതായത് ആഷ്ട്ര എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതൊരു കപ്പ് ഹോൾഡറാണ്. നമുക്കിവിടെ കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വെക്കാം. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാധനം കണ്ട, ഈ സാധനം പ്രസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു സ്റ്റോറേജ് സ്പേസാണ്. ശരിക്കും ഇവിടെ വെക്കാൻ ഇതേപോലത്തെ ഒരു പാത്രം ഉണ്ടാവാറുണ്ട്. ഇപ്പം ഇതിൻ്റെ ഓണേഴ്സ് ഇത് തൽക്കാലം മാറ്റി വെച്ചുകൊണ്ട് അത് കാണാനില്ല. അവർ ഇതാണ് വെച്ചേക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് കുറച്ചും കൂടി ഭംഗിയും കാണാൻ അല്ലേ. അപ്പം അത് അതേപോലെ തന്നെ നമുക്കിവിടെ ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഇനി വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആംബ്രസ്റ്റ് കാണാം. ആംബ്രസ്റ്റ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ്. ഈ സൈഡിൽ മാത്രമേ ബട്ടണുള്ളൂ കേട്ടോ. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ താഴെ നമുക്ക് 2 C ടൈപ്പ് ചാർജിങ് പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും എന്നാണ്. സാധാരണഗതിയിൽ നമ്മളൊരു പോഷ് ഇപ്പോൾ പനമരമൊക്കെ, പഴയ പനമരമൊക്കെ കണ്ട ആളുകൾക്കറിയാം ഇവിടെയൊക്കെ നിറയെ ബട്ടറുകളാണ്. ആ പരിപാടിയൊക്കെ ഒഴിവാക്കി കുറച്ചും കൂടി സ്റ്റാൻഡേർഡൈസ് ആയിട്ടുണ്ട് എന്നാണ്. മറ്റൊരു കാര്യം, ഇവിടെ നമുക്കൊരു ഒരു കപ്പ് ഹോൾഡർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം ഈ വാഹനത്തിനകത്ത് എന്തായാലും എപ്പോഴെങ്കിലും 2 ആൾക്കാരോ 3 ആൾക്കാരോ ഒക്കെ കയറും. അപ്പോൾ അവർക്കുള്ള കപ്പ് ഹോൾഡറും ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇവിടെയാണ് ഉണ്ടോ. ഫ്രണ്ടിലത്തെ ആൾക്കും ഒരു കപ്പ് ഹോൾഡർ, വാട്ടർ ബോട്ടിൽ ഹോൾഡർ പോലത്തെ ഒരു ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു വെള്ളം കുപ്പി വെക്കാം എന്നുള്ളത്. വെള്ളം കുപ്പി വെക്കാം എന്നുള്ളത് തെളിവാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു വെള്ളം കുപ്പി അത് അതേപോലെ നല്ല ഗംഭീരമായിട്ട് ഇരിക്കുന്നു എന്നതാണ്. മറ്റൊരു കാര്യം, ഇത് നമ്മുടെ ഗ്ലോ ബോക്സ് ഡീസൻറ്റ് സൈസാണ്. ആ ഒരു മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഒരു റിച്ച്നെസ് നമുക്ക് കാണാം എന്നുള്ളതാണ്. ശരിക്കും ഈ ക്വാളിറ്റി ഉണ്ടല്ലോ, അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തം ക്വാളിറ്റി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇവിടെ ഈ ഒരു എലമെൻറ്റുകൾ കൊടുത്തത്, അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗം സ്ക്രാച്ച് പ്രൂഫായിട്ട് കൊടുത്തത്, സെൻട്രൽ ടണലിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ്, ഇവിടെ ഒരു ലെതർ എലമെൻറ്റ് കാണാം, കാൽമുട്ട് വരുന്ന ഭാഗം ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ ഇതൊരു സ്ക്രാച്ച് പ്രൂഫ് മെറ്റീരിയൽ, അതുപോലെ പിയാനോ ബ്ലാക്ക് എലമെൻറ്റ്, അങ്ങനെ ഒരു 2 കോടി ഉറുപ്പിൻ്റെ ഒരു വാഹനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റിയും ഒരു ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ ഇല്ലേ, ആ സാധനം ഇതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഇനി ഇവിടെ വാനിറ്റി മിറർ വിത്ത് ലാമ്പ്, ആ ലാമ്പൊക്കെ കുറച്ചൊരു ബ്യൂട്ടി ലാമ്പ് എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് റീഡിങ് ലാമ്പുകൾ കാണാം. അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഡയനറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ കാണാം. ശരിക്കും ഈ വാഹനത്തിനകത്ത് ഇരിക്കുമ്പോൾ ഭയങ്കര പവർഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് സത്യം. നമ്മൾ ശരിക്കും അല്ലേ ഇതൊക്കെ കാണുമ്പോൾ, ഈ ക്ലസ്റ്ററൊക്കെ കാണുമ്പോൾ, അതുപോലെ ഈ ലോഗോ ഒക്കെ കാണുമ്പോൾ ശരിക്കും നമ്മളെ ഉള്ളിലേക്ക് അല്ലേ ഒരു സാധനം ഇങ്ങനെ വരുന്നു. അത് ശരിക്കും ആ ഒരു ഡ്രൈവ് പ്ലഷർ എന്ന് വേണമെങ്കിൽ എന്നെ വിശേഷിപ്പിക്കാം. എനിക്കങ്ങനെ തോന്നുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു ഈ വാഹനം ഒരു 4 സീറ്ററാണ് എന്നുള്ളതും 2 ഡോറാണ് എന്നുള്ളതും. അപ്പോൾ അതിനകത്തേക്ക് കയറാൻ സ്വാഭാവികമായിട്ടും ഫ്രണ്ട് ഡോറത്തോടെ ആയിരിക്കും. അതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു മാനുവൽ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ മാനുവൽ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റിനെ ഫ്രണ്ടിലേക്ക് ആക്കാം. വേണം ഓക്കെ. ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഈ സെറ്റപ്പ് വെച്ചിട്ട് നമുക്കത് ചെയ്യാം. ജസ്റ്റ് സീറ്റിനെ ഒന്ന് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ ഇനി ഇതിനകത്തേക്ക് കയറുക എന്നുള്ളതാണ്. ശരിക്കും എങ്ങനെ ഉണ്ടാവുന്നത് നമുക്കത് കയറി നോക്കാം. സ്പേസ് വളരെ കുറവാണ്. ഇങ്ങനെ കയറി വരും. അപ്പോൾ തന്നെ ഒരു കാര്യം പറയാം, ഇത് വലിയവർക്കുള്ള സീറ്റല്ല. അപ്പോൾ ഞാൻ മെലിഞ്ഞ ആളായതുകൊണ്ട് കുറച്ചും കൂടി ഈസിയാണ്. എന്നെക്കാളും കുറച്ചും കൂടി തടിയുള്ള ഒരാളാവുന്ന സമയത്ത് അവർക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ പറയുന്നു ഇത് കുട്ടികളുടെ സീറ്റാണ്. രണ്ടാമത്തതിൻ്റെ ഇരുത്തം നോക്കിയാൽ ഇതിനകത്ത് ദീർഘദൂരം ഒരിക്കലും നമുക്ക് പോകാം. ദീർഘദൂരം എന്നല്ല, കുറഞ്ഞ ദൂരം കൂടി പോകില്ല. വേണമെങ്കിൽ ഫണ്ണായിട്ടൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് കൊണ്ടൊന്ന് പോകാമെന്നുള്ളത്. ഇനി സീറ്റ് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുള്ളി ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഇവിടെ ലെഗ് റൂമും എന്തായാലും ഉണ്ടാവില്ല. ഈ ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്ന ആൾക്കാർ ഉണ്ടെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ എന്തായാലും സീറ്റ് ബാക്കിലേക്ക് ഇടേണ്ടി വരും. അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. കാലുള്ളിലേക്ക് വെക്കാം, അത് കുഴപ്പമൊന്നുമില്ല.
കുട്ടികളുടെ സീറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് അങ്ങനത്തെ യാതൊരുവിധ കാര്യങ്ങളും കൊടുത്തിട്ടില്ല. കപ്പ് ഹോൾഡറുകളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ചാർജിങ് പോർട്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. AC വെൻറ്റും ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. നോ AC വെൻറ്റ്. ഫ്രണ്ടിലത്തെ AC വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങാം. പിന്നെ ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലത്തെ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ആരുമില്ലാത്തപ്പോൾ കോട്ടൊക്കെ വെക്കാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇതിനകത്ത് നിന്ന് ഇറങ്ങുന്നതാണ് അടുത്ത സീൻ. യെസ്, കുറച്ച് ടാസ്കിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുട്ടികളുടെ സീറ്റാണ് എന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്സ്. സ്വാഭാവികമായിട്ടും ഇതൊരു പെർഫോമൻസ് വാഹനമാണ്. ഏറ്റവും കൂടുതൽ ഇതിനകത്ത് യാത്ര ചെയ്യുന്നുണ്ടാവുക 2 ആളുകളായിരിക്കും എന്നുള്ളതാണ്. ഇനി ഈ വാഹനത്തിൻ്റെ പ്രൈസിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഏറെക്കുറെ 2 കോടി മുതൽ 5 കോടി രൂപ വരെയൊക്കെയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്, ഈ ഒരു 911 Carrera സീരീസിന് വരുന്നത്. പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. കമ്പനി പറയുന്ന ഒരു 10ഒക്കെയാണ്. എത്ര കിട്ടുമെന്നുള്ളത് റിയൽ ലൈഫിൽ ഓടിച്ച് നോക്കി മനസ്സിലാക്കുക തന്നെ വേണം എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം പറയാം, പോർഷ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി ഒരു വികാരം തന്നെയാണ്. ഡ്രൈവ് പ്ലഷർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് 911 എന്ന് എഴുതിയ ബാഡ്ജ് കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ പോർഷയുടെ ഒരു ബാഡ്ജ് കാണുന്ന സമയത്ത് അവരുള്ളിലേക്ക് വരുന്ന ഒരു വികാരമുണ്ട്, അല്ലെങ്കിൽ ഒരു അഡ്രിനാലിൻ എഫക്റ്റ് ഉണ്ട്. അതെങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വാഹനം ചെറുതായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി നമ്മളിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം. ശരിക്കും നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്തിട്ട് തന്നെയാണ് കേട്ടോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. റോഡിലേക്കൊന്നും ഇറക്കുന്നില്ല, കാരണം ഈ കോമ്പൗണ്ടിൻ്റെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. നമ്മൾ MMH ഗ്രൂപ്പിൻ്റെ നല്ല അടിപൊളി ആംബിയൻസുമാണ്. ശരിക്കും പതുക്കെ പോകുന്ന സമയത്ത് ഒരു ചാട്ടം ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അത് ശരിക്കും നല്ല RPM കയറ്റി ഓടിക്കുന്ന സമയത്ത് അടിപൊളിയായിരിക്കും. ആ ഒരു ഇത് ബാലൻസ് ആവും എന്നുള്ളതാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്റ്റിഫാണ് കുറച്ചും കൂടി സസ്പെൻഷൻ. സൗണ്ട് നമുക്ക് ഇതിനകത്തേക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി, ശരിക്കും വേറെ വൈബ്. ശരിക്കും നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് എന്നുള്ളത് ആ ഒരു പുഷിങ് ഉണ്ടല്ലോ, ശരിക്കും അത് അടിപൊളിയാണ്. ആ ഒരു പുഷ് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല വേറൊരു കാര്യം, അതായത് നമ്മൾ സ്പീഡ് കുറച്ച് പോകുന്ന സമയത്ത് ശരിക്കും ഒരു പതിഞ്ഞ ഒരു വണ്ടി എന്നുള്ള ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ആക്സലറേഷൻ അങ്ങ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുതിച്ച് പായുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ വരുന്ന സമയത്തും ഭയങ്കര ക്വാളിറ്റിയിൽ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് കൈവിട്ട് പോകുന്ന ഒരു ഫീല് ശരിക്കും നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഓണേഴ്സൊക്കെ നല്ല പെർഫോമൻസിൽ ഇത് ഓടിച്ച് നോക്കിയിട്ട് ശരിക്കും എനിക്ക് തോന്നുന്നത് എടുത്തിട്ട് ഒരു 15 ദിവസം ആവുന്നുള്ളൂ. അപ്പോഴേക്കും ഇത് 3500 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ദൂരം ഇവരിത് ഓടിച്ച് കൊണ്ടു നടന്നു. ആ സമയത്ത് ഇവരുടെ ഒരു ഫീഡ്ബാക്ക് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സോളിഡാണ് എന്നുള്ളത്. അതായത് എത്ര സ്പീഡപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര സോളിഡ് ആൻഡ് ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം എന്നുള്ളൊരു ഫീലാണ് ഇവർക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു. അതും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഫീഡ്ബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല സ്പീഡിൽ കൊടുത്ത് കർവൊക്കെ എടുത്ത് നോക്കി. ആ സമയത്തൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു വെയിറ്റ് ഉള്ള ഒരു വാഹനം അത് ആ രീതിയിൽ ഓടിച്ചെടുക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ചെറിയ ഒരു ഫീലല്ല, ശരിക്കും നല്ല കനമുള്ളൊരു വാഹനം നല്ല പെർഫോമൻസിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ആ ഒരു കാര്യം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പോൾ ഞാൻ നല്ല സ്പീഡിൽ കൊണ്ടുവന്നിട്ടൊരു കർവൊക്കെ എടുക്കുന്ന സമയത്തും എവിടെയും പാളുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് കിട്ടിയില്ല. ചിലപ്പോൾ നമ്മൾ ചില വാഹനങ്ങളൊക്കെ നമ്മളിങ്ങനെ സ്പീഡിൽ കർവ് എടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് പാളുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു ഫീലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്ത് വന്നില്ല എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് താങ്ക്സ് ടു ജംഷീദ് ബ്രോ ആണ് നമുക്കിത് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നത്. അദ്ദേഹത്തെ കാണിക്കാൻ അദ്ദേഹം നിലവിൽ ഇപ്പോൾ നാട്ടിലില്ല എന്നുള്ളൊരു വിഷമം കൂടിയുണ്ട്. അതുപോലെ തന്നെ ഈ MMH ഗ്രൂപ്പിൻ്റെ ആളുകൾ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. എനിക്കിവിടെ വരുന്ന സമയത്ത് എപ്പോഴും ലൈക്ക് ഒരു ഹോംലി ഫീലാണ്. കാരണം ഇത്രയും വലിയൊരു ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അവർ ഭയങ്കര സിമ്പിളായിട്ട് നമ്മളോട് ഇടപഴകുന്നു. 3ാമത്തെ വണ്ടിയാണ് നമ്മളോട് വീഡിയോ ചെയ്യാൻ വരുന്നത്. നമ്മളെപ്പോൾ വണ്ടി വീഡിയോ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാലും നിറഞ്ഞ മനസ്സോടുകൂടി നമ്മൾ വെൽക്കം ചെയ്തിട്ടുള്ള ആളുകളാണ്. സോ താങ്ക് യു സോ മച്ച് ഹസനക്ക, അതുപോലെ തന്നെ ജംഷീദ് ബ്രോ, എല്ലാവർക്കും വലിയൊരു താങ്ക്സ് കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.